എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പവും കൂടെ കണിയപ്പവുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കണ്ടാലേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു കപ്പ് ഉണക്കലരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഒരു ചെറിയ തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നന്നായിട്ട് പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പാളയംകോടൻ പഴമാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് കൂടെ കുറച്ച് ഏലക്ക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടോളൂ. അതും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അടിച്ചു മാറ്റുന്നുണ്ട്. ഇനി ബാക്കി വെള്ളത്തിൽ നമുക്ക് 1/2 കപ്പ് ശർക്കര പാനിയാക്കി ഒന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ ഒന്ന് ഇതിലേക്ക് ഒഴിക്കണം. അത് ഒഴിച്ചു. ഇനി ഇതിലേക്ക് പഴം അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് ഒരു 5 മണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് ചുട്ടതിന് ശേഷം മാത്രമേ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ബാറ്റർ ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പകുതി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ചെറിയ പീസസ് ആക്കിയത് ഒന്ന് വറുത്തെടുക്കണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കളറൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. കറുത്ത എള്ളും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം, ബാക്കി വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് പെരിഞ്ജീരകവും കൂടെ ഇട്ട് അത് കണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഇത്ര കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളവും അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്താലും മതി. ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഓയിൽ ചൂടാക്കി ഉണ്ണിയപ്പച്ചട്ടിയിൽ ആദ്യം ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കണ്ട, ഞാനിതിലേക്ക് സോഡാപ്പൊടി ആദ്യം ചേർത്തില്ല. അപ്പോൾ ഒരു പരന്ന ഷേപ്പിലാണ് കിട്ടിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് ചുട്ടെടുക്കുമ്പോൾ ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ട് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ബോള് പോലെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം. അപ്പോൾ അതും കോരി എടുത്തിട്ടുണ്ട്. ഇനി കണിയപ്പം ചുട്ടെടുക്കാം. കണിയപ്പത്തിൽ ഞാൻ സോഡാപ്പൊടി ചേർത്ത് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതും പാകമായി ചെറുതീയിൽ തന്നെ ഇട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേവിച്ച് എടുക്കണം. അപ്പോൾ കണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും വിഷുവിനിത് തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.